കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് എല്ലാ സ്ഥലങ്ങളിലും ന്യൂസിലായാലും സോഷ്യൽ മീഡിയയിലായാലും വളരെയധികം ഡിസ്കസ് ചെയ്യപ്പെടുന്ന ഒരു ടോപ്പിക്കാണ് യുകെയിലെ റൈറ്റ്സ് അല്ലെങ്കിൽ കലാപങ്ങൾ എന്ന് പറഞ്ഞ ഈ ഒരു സംഭവം. എനിക്കിവിടെ അത് കാരണം ഉണ്ടായ ഒരു ഇൻസിഡൻറ്റും അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളും പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഞാനിപ്പോൾ യുകെയിൽ വന്നിട്ട് ഏകദേശം ഒരു 10 മന്ത്സ് ആവുന്നതേ ഉള്ളൂ. അപ്പോൾ ഡയറക്റ്റ് ജോലി കിട്ടി വന്നതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് ഒരു സെലക്ഷൻ്റെ ഓപ്ഷൻ ഇല്ലായിരുന്നു. ലൈക്ക് നോർമലി യുകെയിലേക്ക് വരുന്നവർ മാഞ്ചസ്റ്റർ, ലിവർപൂൾ, ലണ്ടൻ അങ്ങനെ പറഞ്ഞിട്ട് കുറേ ഫേമസ് ആയിട്ടുള്ള സ്ഥലങ്ങളിലേക്കാണ് വരുന്നത്. പക്ഷേ ഞാൻ പോസ്റ്റഡ് ആയത് ഹംബർ ആൻഡ് യോർക്ക്ഷയർ എന്ന് പറഞ്ഞ സ്ഥലത്ത്, നോർത്ത് ഈസ്റ്റ് ലിങ്കൺഷയർ എന്ന് പറഞ്ഞൊരു കുഞ്ഞു സ്ഥലത്താണ്. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മിക്ക ആളുകളും ബ്രിട്ടീഷ് ആൾക്കാരാണ്. ബാക്കി സ്ഥലങ്ങൾ കമ്പയർ ചെയ്ത് ഇമിഗ്രൻസിൻ്റെ ഒരു റേറ്റ് ഭയങ്കര കുറവാണ്. അപ്പോൾ തുടക്കത്തിൽ വന്നപ്പോഴത്തേക്കും ഇവിടുത്തെ ആളുകൾക്ക് നമ്മളെ കാണുമ്പോൾ എന്തോ അന്യഗ്രഹ ജീവികളെ മാതിരി പലരുടെയും ഒക്കെ നോട്ടം ഉണ്ടായിരുന്നു. ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ തന്നെ ഞാനും വേറെ 2 നേഴ്സ് കുട്ടികളും അല്ലാതെ വേറെ ആരും തന്നെ ഇമിഗ്രൻസ് ആയിട്ടില്ല. നമ്മൾ വന്നപ്പോഴത്തേക്കും സ്ഥാപനത്തിലുള്ള ആൾക്കാർ തന്നെ നമ്മളോട് ഭയങ്കര സ്നേഹം, പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷേ അത് ശരിക്കുമുള്ള സ്നേഹമായിരുന്നോ എന്നൊക്കെ ഒരു ക്വസ്റ്റ്യനബിൾ ആയിട്ടുള്ളൊരു കാര്യമായിരുന്നു. കാരണം പിന്നീടാണ് ഞങ്ങൾ അറിയുന്നത് ഇവിടെ ഞങ്ങൾ വരുന്നതിന് മുന്നേ ഓൾറെഡി സ്ഥാപനത്തിലുള്ള എല്ലാവർക്കും ഭയങ്കര ക്ലാസ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഇന്ത്യയിൽ നിന്ന് കുറച്ച് ആൾക്കാർ വരുന്നുണ്ട്, അവരോട് നല്ലതുപോലെ പെരുമാറണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം അങ്ങനെ പഠിപ്പിച്ച് കൊടുത്ത് ചെയ്യേണ്ടി വന്നൊരു അവസ്ഥയാണ്. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും അവരവർക്ക് ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് നമുക്ക് വേണ്ടി ചെയ്തു. എന്നിരുന്നാലും നമ്മൾ പുറത്ത് പോകുമ്പോഴത്തേക്കും ചില ആൾക്കാരുടെയൊക്കെ ബിഹേവിയേഴ്സ് നമ്മളോട് കാണാൻ പറ്റും. നമ്മൾ പബ്ലിക് ട്രാൻസ്പോർട്ടും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുമ്പം ചിലർ നല്ല സൂപ്പർ സ്വീറ്റാണ്. പക്ഷേ ചിലരൊക്കെ വീണ്ടും ആ ഒരു റേസിസ്റ്റിക് രീതിയിൽ നമ്മളെ നോക്കാനും അങ്ങനത്തെ ചില പ്രവൃത്തികളൊക്കെ ചെയ്യാനും, ലൈക്ക് ആക്റ്റീവ്ലി അവരൊന്നും ചെയ്യില്ല. നേരിട്ടിപ്പം നീ എന്തിനാ ഇങ്ങോട്ട് വന്നത്, ഞങ്ങളുടെ രാജ്യത്തേക്ക് വന്നത്, അങ്ങനെയൊന്നും ചോദിക്കില്ല. പക്ഷേ പാസീവ്ലി അവരുടെ ബിഹേവിയേഴ്സിൽ നിന്ന് പല കാര്യങ്ങളും കാരണം നമുക്കങ്ങനെ ഫീൽ ചെയ്യും. അപ്പോൾ അത് സാധാരണ ഭയങ്കര സോഫ്റ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ട് അത് ഫീൽ ആവാൻ സാധ്യതയുണ്ട്. ഇങ്ങനെയൊക്കെ തട്ടിമുട്ടിയൊക്കെ പോയിക്കൊണ്ടിരുന്ന സാഹചര്യത്തിലാണ് ഈ ഒരു സംഭവം യുകെയിൽ സംഭവിക്കുന്നത്. ഈ കലാപങ്ങളും കാര്യങ്ങളൊക്കെ ഇത്രയും വലിയൊരു സംഭവം ഇവിടെ നടന്നപ്പോഴത്തേക്കും എൻ്റെ ഓഫീസിലുണ്ടായിരുന്ന കുറച്ച് ആൾക്കാർ എന്നോട് ഭയങ്കര ആത്മാർത്ഥമായിട്ട് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തുടങ്ങി. ലൈക്ക് മനീഷ, എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഞങ്ങളോട് പറയണം, ഭയങ്കര സൂക്ഷിച്ച് പോകണം, നമുക്ക് സേഫ്റ്റി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് എന്നൊക്കെ ഉള്ള രീതിയിൽ ഇപ്രാവശ്യം അവരത് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ജെനുവിനായിട്ട് എന്നോട് സംസാരിക്കുന്ന മാതിരി തോന്നി. പ്രത്യേകിച്ച് നമ്മളിങ്ങനെ വേറൊരു സ്ഥലത്തൊക്കെ വന്ന് നിൽക്കുമ്പോഴത്തേക്കും ആരെങ്കിലുമൊക്കെ നമ്മളെ കെയർ ചെയ്യുന്നുണ്ട് എന്നൊക്കെ ഒരു ഫീല് കിട്ടുമ്പം കിട്ടുന്നൊരു സുഖം അത് വേറെ തന്നെയാണ്. ഞാനിപ്പോൾ താമസിക്കുന്നതിൻ്റെ ഒരു 2-3 മിനിറ്റ്സ് മുന്നോട്ട് നടന്നു കഴിഞ്ഞാൽ അവിടെ ഒരു മുസ്ലിം പള്ളിയാണ്. ഈ ഒരു പ്രൊട്ടസ്റ്റിൻ്റെ ഒരു മെയിൻ ഒരു ഇരകളെന്ന് പറയുന്നത് തന്നെ മുസ്ലിം കമ്മ്യൂണിറ്റി ആയതുകൊണ്ട് അവരുടെ മോസ്കിന് അഗെൻസ്റ്റ് ആയിട്ടും അവർക്ക് അഗെൻസ്റ്റ് ആയിട്ടും ഒക്കെ ഒരുപാട് ആക്രമണങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ടെന്നായിരുന്നു പറയപ്പെട്ടത്. അതുകൊണ്ട് നമ്മളും കുറച്ചധികം കെയർഫുൾ ആയിരിക്കണം. മുന്നേ ആളുകൾക്ക് ഇത്രയും നല്ലൊരു പെർസ്പെക്റ്റീവ് ഉണ്ടായിരുന്നെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ ഒരു പ്രശ്നം ഇങ്ങനെ പുറത്ത് വന്നപ്പോഴത്തേക്കും ആണ് ഇവിടുത്തെ ആൾക്കാർക്കൊക്കെ കുറേ കൂടെ ഒരു ഉൾബോധം വെച്ചതുപോലെ എനിക്ക് തോന്നി. ലൈക്ക് ഇങ്ങനെ പുറത്തുനിന്ന് വരുന്ന ആളുകൾക്ക്, ലൈക്ക് ഈ ഇമിഗ്രൻസിനൊക്കെ ഇങ്ങനെയും അവർ ഇഷ്യൂസ് ഫേസ് ചെയ്യേണ്ടി വരുന്നു, അവർ തനിച്ചാണ്, നമ്മളാണ് അവരുടെ കൂടെ നിൽക്കേണ്ടത് എന്നൊക്കെ ഉള്ള രീതിയിൽ അവർക്ക് കുറച്ചുകൂടി ഒരു റെസ്പോൺസിബിൾ ആയ മാതിരി എനിക്ക് തോന്നുന്നു. പിന്നെ അന്നത്തെ ദിവസം തന്നെ കഴിഞ്ഞ വെനസ്ഡേ ആണല്ലോ ഈ ഒരു സംഭവം ഭയങ്കര പീക്കിൽ നടക്കുന്നത്. അപ്പം അന്നത്തെ ദിവസം തന്നെ ഞാൻ ബാക്കി ദിവസങ്ങളിൽ പുറത്തിറങ്ങി നടക്കുമ്പോഴത്തേക്കും ആൾക്കാർ ചിലരൊക്കെ നമ്മളെ നോക്കുന്നതും എല്ലാവരുടെ അടുത്തുനിന്നും ഭയങ്കര വോമായിട്ടുള്ളൊരു വെൽക്കം അങ്ങനെയൊന്നും കിട്ടാറില്ല. പക്ഷേ ആ ഒരു ദിവസം അല്ലെങ്കിൽ അതിനെ ചുറ്റിപ്പറ്റിയുള്ള ദിവസങ്ങളിൽ എല്ലാവരും ഭയങ്കര ഭയങ്കര നമ്മളെ അവരിൽ ഒരാളെ പോലെ കാണുന്ന രീതിയിലൊക്കെയാണ് ചിരിക്കുകയും സംസാരിക്കുകയും അങ്ങനെയൊക്കെ ചെയ്യുന്നത്. സോ അത് എനിക്ക് നല്ലൊരു മാറ്റമായിട്ട് തോന്നി. മേ ബി ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ആൾക്കാരുടെ പെർസ്പെക്റ്റീവ്സ് മാറ്റാൻ പറ്റിയൊരു ഇൻസിഡൻ്റ് ആയിരുന്നു ഇത്. ഐ നോ ദാറ്റ് എ ലോട്ട് ഓഫ് പീപ്പിൾ ഹാവ് ബീൻ എഫക്റ്റഡ് ബൈ ദിസ്. പക്ഷേ ആൻഡ് അവരെല്ലാം സേഫ് ആവട്ടെ, ഇനിയും ആർക്കും ഒന്നും സംഭവിക്കാതിരിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇങ്ങനെ ഒരു പോസിറ്റീവ് കാര്യം സംഭവിച്ചെങ്കിലും നാളെ ഒരു സമയത്ത് ഇത് നേരെ തിരിയുമോ എന്താണെന്നൊന്നും നമുക്കറിയില്ല. ബിക്കോസ് മനുഷ്യരാണ്, എല്ലാവരുടെയും ആറ്റിറ്റ്യൂഡ്സൊക്കെ എപ്പോൾ വേണമെങ്കിലും മാറാമല്ലോ. ബട്ട് ഈ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ സംഭവിച്ചത് എനിക്ക് ഭയങ്കര അത്ഭുതമായിട്ടുണ്ടായിരുന്നൊരു കാര്യമായിരുന്നു. ആൻഡ് അത് ഞാൻ വളരെയധികം അപ്രീഷിയേറ്റ് ചെയ്യുന്നൊരു കാര്യമാണ്. കാരണം
എന്തുണ്ടെങ്കിലും വിളിച്ചോ എന്ന് പറഞ്ഞ് ഫോൺ നമ്പേഴ്സൊക്കെ തരാൻ വേണ്ടിയിട്ട് അവർ നമ്മളോട് അത്രയും ഇതൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ അവർ ജെന്യുവൻലി നമ്മളോട് ആ ഒരു അഫെക്ഷൻ കാണിച്ചിട്ട് തന്നെയാണ്. സോ നമ്മൾക്ക് ആർക്കും ഒന്നും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. നമ്മളിനി ലോകത്തിൻ്റെ ഏത് ഭാഗത്തായിരുന്നാലും, ഇപ്പം നാട്ടിൽ ഇന്ത്യയിലായിരുന്നാലും UK-യിലായിരുന്നാലും US-ലായിരുന്നാലും നമ്മളുടെ സേഫ്റ്റി നമ്മൾ തന്നെ നോക്കുക. അത് നമ്മൾക്കും ലിമിറ്റേഷൻസ് ഉണ്ട്. നമ്മൾ മാക്സിമം ട്രൈ ചെയ്യുക. പക്ഷേ വീണ്ടും എന്തെങ്കിലും സംഭവിച്ചാൽ സംഭവിച്ചു, അതിനെ നമ്മൾ ഫേസ് ചെയ്യുക എന്നുള്ളതല്ലാതെ വേറെ ഓപ്ഷൻ നമ്മുടെ മുന്നിലില്ലല്ലോ. സോ ദാറ്റ്സ് ഇറ്റ്. സീ യു ഓൾ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.